Hi friends, welcome back to Mazin Medias. അപ്പോൾ ഇന്ന് ഞാൻ ഈ സ്റ്റിച്ച് ചെയ്ത് വെച്ച ചുരിദാറിൻ്റെ സൈഡ് ഓപ്പൺ കറക്റ്റായിട്ട് ചുളിവുകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചുളിവുകളൊന്നും ഇല്ലാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ മെത്തേഡാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യണ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇത് അറിയാത്ത ബിഗിനേഴ്സിനൊക്കെ ഒന്ന് ഉപകാരപ്പെട്ടോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. പുതുതായിട്ട് സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച ഏതൊരാൾക്കും ചുരിദാർ അടിക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇതിൻ്റെ ഈ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കൽ. ഞാൻ ഈ കാണിക്കുന്ന രീതി പരീക്ഷിച്ച് നോക്കിയാൽ ഇനി ആരും ചുരിദാറിൻ്റെ സ്ലിറ്റ് അടിക്കുമ്പോൾ അത് ചുളിവ് വരണമെന്നുള്ള പരാതി പറയില്ല. അപ്പോൾ ഇനി നമുക്ക് ഞാനിതെങ്ങനെയാണ് കറക്റ്റായിട്ട് ചെയ്തെടുക്കണമെന്നൊന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം നമ്മൾ ആ സ്ലിറ്റിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു അയൺ ബോക്സ് വെച്ചൊന്ന് ഇങ്ങനെ അയൺ ചെയ്തെടുക്കാം കേട്ടോ. അതിനുശേഷം ഇതിൻ്റെ ഈ ഭാഗത ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്ത് വീണ്ടും ഒന്നിങ്ങനെ ഇതിൻ്റെ മുകളിലൂടെ അയൺ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് നമ്മൾ ഈ രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനൊക്കെ ടൈമിൻ്റെ ഒരു പകുതി സമയം പോലും വേണ്ട ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. കാരണം നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് ചുളിവ് വരാതെ നല്ല ശ്രദ്ധിച്ച് ചെയ്തെടുക്കണമല്ലോ. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇതിൻ്റെ ഈ രണ്ട് അരികിലൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. ഇനി നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഇതിൻ്റെ ഈ ബാക്കി 3 ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്തൊന്ന് അയൺ ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ആ ചുരിദാറിൻ്റെ 4 ഭാഗം അതേ രീതിയിൽ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ തന്നെ അത് സ്റ്റിച്ച് ചെയ്ത രീതിയിലാണല്ലോ ഉള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ 2 അരികിലൂടെ ഒന്നിങ്ങനെ സാധാരണ സ്ലിറ്റ് ചെയ്തെടുക്കണ മാതിരി ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആദ്യം നമുക്കിതിൻ്റെ ഈ അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഈ ഭാഗത്തുനിന്ന് തുടങ്ങി ഇതിങ്ങനെ ഫുള്ളായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സാധാരണ ഇങ്ങനെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത് നല്ല ശ്രദ്ധിച്ച് ചുളിവ് വരാതെ ഇങ്ങനെ പിടിച്ചു കൊടുത്ത് ചെയ്തെടുക്കണമല്ലോ. ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി. അത് അയൺ ചെയ്ത അരികിലൂടെ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പോയാൽ തന്നെ മതി. ഇനി ഇതിൻ്റെ ഈ കോർണറിലെത്തുമ്പോൾ ഇത് ഈ സൂചി ഒന്നിങ്ങനെ ഇറക്കി കൊടുത്ത് ഇതൊന്ന് തിരിച്ചു കൊടുത്ത് നമ്മുടെ ഈ ഭാഗം അതേപോലെ താഴോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിപ്പോൾ ഇതിൻ്റെ ആ ഒരു അരിക് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഈ മറ്റേ ഭാഗം ഉണ്ടല്ലോ അതും ഇതേപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്ത അതേ ഭാഗത്തു നിന്ന് തന്നെയാണ് കേട്ടോ ഞാൻ ഈ ഭാഗം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണത്. അതും ഇതുപോലെ തന്നെ ഇങ്ങനെ ഈ അരികിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഇതിൻ്റെ മറ്റേ ഭാഗം എത്തുന്നത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് ഞാൻ സ്റ്റിച്ച് ചെയ്യണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് എത്രത്തോളം എളുപ്പമാണെന്ന്. മറ്റേ നമ്മൾ സ്ലിറ്റ് ചെയ്യാൻ ഇത് ഓരോ എൻഡും പിടിച്ച് ചുളി വരാതെ നോക്കണമല്ലോ. ഇതിങ്ങനെ ജസ്റ്റ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോയാൽ തന്നെ മതി. ഇനി ഇതിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നിങ്ങനെ വളച്ചു കൊടുത്തുകൊണ്ട് താഴോട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാ ഭാഗവും അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ രീതി ഇതുവരെ പരീക്ഷിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അറിയാം നിങ്ങൾക്ക് ഇത് എത്രത്തോളം സിമ്പിളാണെന്ന്. അപ്പോൾ ഇനി എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.